ജനാധിപത്യത്തിന്റെ അവസാന താണിയും പറിച്ചു ദൂരെ എറിഞ്ഞ് ഏകാധിപത്യത്തിന്റെ അതുപോലെ തന്നെ വംശീയ മേൽക്കോയ്മയുടെയും മഹിമയുടെയും അജണ്ടകളെ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച് ഈ രാജ്യത്ത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ അമർന്നിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ ബാധ്യതപ്പെട്ടവരാണ് മുഴുവൻ പൗരന്മാരും. ഈ രാജ്യത്തൊരു പ്രധാനമന്ത്രി നൂറുകണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടുകയും അവർക്ക് പരിക്ക് പറ്റുകയും അവരുടെ വീടുകളും അവരുടെ ആരാധനാലയങ്ങളും തകർക്കുകയും ചെയ്തിട്ടും മൗനം പാലിച്ചുകൊണ്ടിരിക്കുക. ആ പ്രധാനമന്ത്രി മിണ്ടാൻ ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും അത്യധ്വാനം ചെയ്യുക എന്ന് ഭരണകൂടവും സംഘപരിവാറും എവിടെയാണ് വേർതിരിയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത വിധം കൂടിക്കുഴഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വൈവിധ്യങ്ങളെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണു നനയിക്കുന്ന, രക്തം അറച്ചു പോകുന്ന അത്രയും ഭീകരമായ ക്രൂരകൃത്യങ്ങളാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമീപ കാലങ്ങളിൽ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വയലൻസ്, ഹിംസ, ആക്രമണങ്ങൾ, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളായ മണിപ്പൂർ, ഹരിയാനയിലെ ഗുരുഗ്രാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രെയിനിൽ ഒരു RPF ഉദ്യോഗസ്ഥൻ നടത്തിയ അങ്ങേയറ്റം ഹീനമായ കൊലപാതകങ്ങൾ, ഇത് നമ്മോട് കുറെ കൂടി ജാഗ്രതപ്പെടാൻ ആവശ്യപ്പെടുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ജാഗ്രതയും പ്രതിഷേധവും നമ്മുടെ ഐക്യദാർഢ്യങ്ങളുമെല്ലാം വളരെ ഗൗരവത്തിൽ നിർവഹിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇന്ത്യയുടെ വിവിധ സാംസ്കാരിക വിഭാഗങ്ങൾ, സാമൂഹ്യ വിഭാഗങ്ങൾ, മത ജാതി വിഭാഗങ്ങൾ, ഇവയുടെ എല്ലാം നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വംശീയ അജണ്ടകൾ, വംശീയ ഉന്മൂലന പദ്ധതികൾ വളരെ വ്യവസ്ഥാപിതമായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 4000-ത്തിലധികം വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ചെറുതും വലുതുമായ സംഘർഷങ്ങൾ, വംശഹത്യകൾ വളരെ രൂക്ഷമായ രീതിയിൽ ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു വംശഹത്യയാണ് ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത്. ആ ഗുജറാത്ത് വംശഹത്യക്ക് നേതൃത്വം നൽകിയ ആളുകളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തങ്ങളുടെ അധികാര സിംഹാസനത്തിന്റെ കാലുകൾ ഉറപ്പിച്ചു നിർത്താൻ അപരരായി പ്രതിഷ്ഠിച്ച ജനതയുടെ ജീവനും രക്തവും വേണമെന്ന നിലപാട് വളരെ കാർക്കശ്യപൂർവ്വം സ്വീകരിച്ചവരാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യ, മതേതരത്വ വ്യവസ്ഥകളെയും സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി രാജ്യം അഭിമാനത്തോടുകൂടി കണ്ടിരുന്ന പല ആശയങ്ങളെയും പുച്ഛിച്ചു തള്ളി ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ വെല്ലുവിളിച്ച് താന്തോന്നിത്വവും സ്വേച്ഛാധിപത്യവും ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫെഡറൽ സംവിധാനങ്ങൾ ഓരോ ദിവസവും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഫെഡറലിസം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്, ഈ രാജ്യം എന്ന ആശയത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ കഴിഞ്ഞ ബജറ്റ് പ്രഭാഷണത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നതാണ്. ഒന്ന്, വാഹന രജിസ്ട്രേഷൻ. സാധാരണ കേരളത്തിലുള്ള ആളുകൾ വാഹനം വാങ്ങിയാൽ KL രജിസ്ട്രേഷനിലാണ് വാഹനം ഉണ്ടാവുക.
തമിഴ്നാട്ടുകാരൻ TN ആണ്, തമിഴ്നാട് രജിസ്ട്രേഷനാണ്. കർണാടകക്കാരൻ KA രജിസ്ട്രേഷനാണ്. അതെല്ലാം ഭാരത് രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരണം എന്നാണ്. അപ്പൊ BH ഭാരത് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണല്ലോ എന്നാണ് തീരുമാനം. പക്ഷെ ഈ രാജ്യത്തിന്റെ ആശയം, ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമാണ് ഈ ഏകീകരണം എന്ന് പറയുന്നത്. ലാൻഡ് രജിസ്ട്രേഷൻ ഏകീകരിക്കണമെന്നാണ്. നിങ്ങളിവിടെ ഭൂമി വാങ്ങിയാൽ അത് വില്ലേജിലോ തൊട്ടടുത്ത രജിസ്റ്റർ ഓഫീസിലോ മാത്രമാണ് അത് സൂക്ഷിക്കേണ്ടത്. ഇനി അത് കേന്ദ്ര സർക്കാരിലേക്ക് നൽകണമെന്നാണ്. പോലീസ് സംവിധാനങ്ങളുടെ കേന്ദ്രീകരണമാണ് മറ്റൊന്നെന്ന് പറയുന്നത്. DGP അതുപോലെയുള്ള പോലീസ് സംവിധാനങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് കമ്മിറ്റഡ് ആവുന്ന നിയമനിർമ്മാണങ്ങൾ. NIA പോലെയുള്ള സംവിധാനങ്ങൾക്ക് സംസ്ഥാനങ്ങളിലൊട്ടാകെ സ്റ്റേഷനുകൾ തുറക്കാനുള്ള പെർമിഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ NIAക്ക് അത്ര വിപുലമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലും അതുപോലെ ഏത് പ്രദേശങ്ങളിലും ആളുകളെ ചോദ്യം ചെയ്യാനും കേസുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു നിരുപാധിക പെർമിഷൻ NIA പോലുള്ള സംവിധാനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിയമങ്ങളും നിയമ സംവിധാനങ്ങളുമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫെഡറലിസത്തെ തകർക്കുക എന്നത് ഏറ്റവും വലിയ അജണ്ടയായി ഓരോ പാർലമെന്റ് പ്രക്ഷുബ്ധമായി പിരിയുമ്പോഴും ഇത്തരത്തെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്തെ പരമോന്നത സഭകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിയമങ്ങളിലൂടെയുള്ള ഒരു വംശഹത്യ, വംശീയ ഉന്മൂലനം വളരെ വ്യവസ്ഥാപിതമായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. NRC CAA പോലെയുള്ള സംവിധാനങ്ങൾ നമുക്കറിയാം. NRC CAA കശ്മീരിന്റെ 370 പ്രത്യേക പദവി റദ്ദാക്കലുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും വിവാദങ്ങളും നിയമങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെ നിയമങ്ങളിലൂടെ ഒരു പ്രത്യേക ജനവിഭാഗത്തെയും സമൂഹത്തെയും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പദ്ധതി ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് നമുക്കറിയാം ഇവിടെ പ്രകടമായ ഹിംസകളിലൂടെ വംശീയ ഉന്മൂലനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ബീഭത്സമായ ഒരു ഉദാഹരണമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. മണിപ്പൂരിലെ ട്രൈബ്സ്, അവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങൾ, അവിടെ അധികവും ഭൂരിപക്ഷവും അത്തരം ജനവിഭാഗങ്ങളാണ്. അവിടെ ഭൂരിഭാഗമുള്ള മെയ്തികൾ എന്ന് പറയുന്ന 53% അവര് മണിപ്പൂരിലെ ജനസംഖ്യയിൽ അവരുള്ളത്. അതുപോലെ കുക്കീസ് 42-43% ജനസംഖ്യയിൽ അവരാണുള്ളത്. ഈ ജനവിഭാഗങ്ങൾ എല്ലാം ട്രൈബ്സാണ്. കുക്കീസ് ക്രൈസ്തവ വിഭാഗത്തിലും അതുപോലെ മെയ്തിയിൽ ഭൂരിഭാഗം ഹിന്ദു വൈഷ്ണവ കൾച്ചറും സ്വീകരിച്ച ആളുകളാണ്. ഇവിടെ കുക്കികളുടെ ഭൂമി ഒഴിപ്പിക്കുവാനും ഭൂമി കയ്യേറ്റം ചെയ്ത ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കിടപ്പാടങ്ങളിൽ നിന്ന് അവരെ ഒഴിപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് ആദ്യമായി മണിപ്പൂരിൽ നടന്നത്. രണ്ടാമത് മൈതീസ് വിഭാഗത്തെ പട്ടികവർഗ പദവി നൽകി അവർക്ക് അതിനുള്ള നിയമനിർമ്മാണം നടത്താനുള്ള പരിശ്രമങ്ങളും ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റുകളും നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടി ഇവിടെ താഴ്വരകളിൽ താമസിച്ചിരുന്ന മൈതി വിഭാഗത്തിന് ഈ കുക്കി വിഭാഗത്തിന്റെ ഭൂമിയിലേക്ക് കുടിയേറാനും അവരെ കയ്യേറാനും സാധിക്കുന്നുവെന്ന് മാത്രമല്ല, നേരത്തെ തന്നെ അധികാര പങ്കാളിത്തത്തിൽ വലിയ ഒരു വിഹിതമുണ്ടായിരുന്ന ഈ വിഭാഗം ആളുകൾ കൂടുതൽ പ്രബലരും ശക്തരുമായി തീരുന്നു എന്ന ഒരു അവസ്ഥ സംജാതമായപ്പോഴാണ് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. അത് പിന്നീട് ഏകപക്ഷീയമായ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഭരണകൂടത്തിന്റെ ആശീർവാദത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാട് നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കറിയാം. മണിപ്പൂരിൽ അദ്ദേഹം മൈതി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. 66% മൈതി വിഭാഗത്തിന് യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ അധികാര പങ്കാളിത്തം എന്ന് പറയുന്നത്. ആ അധികാര പങ്കാളിത്തമുള്ള ആളുകൾ കൂടുതൽ പ്രബലരാവുകയും നേരത്തെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആളുകൾ കൂടുതൽ പുറന്തള്ളപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സന്തുലിതത്വം തെറ്റാനുള്ള ഈ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഒടുവിൽ ഒരു വിഭാഗത്തിനെതിരെയുള്ള രൂക്ഷമായ ആക്രമണങ്ങളായി മാറുന്നത്. വീടുകൾ തകർക്കുന്നു, ചർച്ചുകൾ തകർക്കുന്നു, അവരൊരുമിച്ച് കൂടിയ പ്രദേശങ്ങളിൽ അഗ്നിക്കിരയാക്കുന്നു, അവരുടെ കച്ചവട സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമെല്ലാം നിർദാക്ഷിണ്യം തകർക്കപ്പെടുന്നു. അതുപോലെ അവരുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു.
അതൊക്കെ ഭരണകൂട സംവിധാനങ്ങളാണ്. അത് ഏറ്റവും നിഷ്ഠൂരമായ രംഗമാണ് പരസ്യമായി കുക്കി വംശജരായ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നത് വീഡിയോയിലൂടെ നമ്മൾ കണ്ടതാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഭീഭത്സമായ ഒരു രീതിയാണ് ഇത്. ഈ മണിപ്പൂരിലെ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട ഒരുപാട് ദിവസത്തെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ 1-2 ദൃശ്യങ്ങൾ മാത്രമാണ് ലോകത്ത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. കാരണം നെറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഇന്നലെ ഇന്റർനെറ്റ് കണക്ഷൻ ബാൻ ചെയ്ത മറ്റൊരു സ്ഥലമാണ് ഹരിയാന. ഹരിയാനയിൽ ഗുരുഗ്രാമിലും നൂഹിലും ഒക്കെ ഭാഗികമായി നെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിരിക്കുകയാണ്. അവിടെയും ഇതുപോലെയുള്ള ആക്രമണങ്ങളിലേക്ക് നമുക്കറിയാം. അവിടെ ആസൂത്രിതമായ ഒരു പള്ളി തകർക്കുകയും ആ പള്ളിയിൽ കിടന്നുറങ്ങിയ അവിടുത്തെ ഡെപ്യൂട്ടി ഇമാം മുഹമ്മദ് ഷാദിനെ വെട്ടിയും കുത്തിയും 13ഓളം മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത്. അദ്ദേഹത്തെ ആക്രമിക്കുന്ന തടയാൻ വന്നവരാണ് ഇപ്പോൾ അദ്ദേഹം വെടിയേറ്റ് ICUവിലാണ്. അപ്പൊ നമുക്കറിയാം ഗുരുഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ നഗരമാണ്. BMW, പെപ്സി, കൊക്കോകോള, ഹ്യുണ്ടായി, അതുപോലെ ഫോർച്യൂൺ തുടങ്ങിയ പ്രഗത്ഭരായ കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഒരു വ്യവസായ നഗരമാണ്. ഈ വ്യവസായ നഗരത്തെ ചുറ്റിവളഞ്ഞ ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങളും മോഹങ്ങളും ഒക്കെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു ദല്ലാൽ പണിയാണ് ഇവിടെ RSSും സംഘപരിവാർ പോലെയുള്ള സംവിധാനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ തുടർച്ചയാ അതിന്റെ മുമ്പ് നടന്ന ട്രെയിനിലെ കൊലപാതകങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അവിടെ പറയുന്നത് നിങ്ങൾ യോഗിക്കും മോദിക്കും വോട്ട് ചെയ്യണം എന്ന് പരസ്യമായി പറഞ്ഞ് ആഹ്വാനം ചെയ്താണ് ഒരു RPF ഉദ്യോഗസ്ഥൻ യഥാർത്ഥത്തിൽ തന്നെ മുസ്ലിംകളായ യാത്രക്കാരെ തെരഞ്ഞുപിടിച്ച് 3 ആളുകളെ കൊല ചെയ്യുകയും തന്റെ സഹപ്രവർത്തകനായ ആളെയും വധിക്കുകയും ചെയ്യുകയാണ്. ഈ സഹപ്രവർത്തകനായ ടിക്കാറാം മീണ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് സർക്കാർ 25 ലക്ഷം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കൊല ചെയ്യപ്പെട്ട 3 മുസ്ലിം പാസഞ്ചേഴ്സിന് ഇതുവരെ ഒരു നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്രയും പച്ചയായ വളരെ വ്യക്തമായ നഗ്നമായ ഹിംസകൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങൾ സംവിധാനങ്ങൾ എല്ലാം നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ്. സുപ്രീം കോടതി വളരെ അപൂർവമായി നേരിട്ട് ഈ കേസിൽ ഇടപെടുകയാണ്. മണിപ്പൂർ നമുക്കറിയാം സുപ്രീം കോടതി ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്. സുപ്രീം കോടതി അതിനെ വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കുകയാണ്. പക്ഷെ ഭരണകൂടങ്ങൾ മിണ്ടുന്നില്ല. ഭരണകൂട സംവിധാനങ്ങൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ചരിത്രത്തിൽ പ്രതിപക്ഷ കക്ഷികളെല്ലാം അപൂർവമായി യോജിച്ചുകൊണ്ട് അവിശ്വാസം കൊണ്ടുവരികയും പ്രധാനമന്ത്രിയെ കൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയിപ്പിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തെ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന പേരിൽ നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. ഈ രാജ്യത്തൊരു പ്രധാനമന്ത്രി 100 കണക്കിന് മനുഷ്യർ കൊല ചെയ്യപ്പെടുകയും അവർക്ക് പരിക്ക് പറ്റുകയും അവരുടെ വീടുകളും അവരുടെ ആരാധനാലയങ്ങളും തകർക്കുകയും ചെയ്തിട്ട് മൗനം പാലിച്ചുകൊണ്ടിരിക്കുക. ആ പ്രധാനമന്ത്രി മിണ്ടാൻ ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളും അത്യധ്വാനം ചെയ്യുക എന്നൊരു വൈരുദ്ധ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ള ഭരണകൂടങ്ങൾ ഭരണ സംവിധാനങ്ങൾ അവിടെ ഏറ്റവും പ്രധാനമായത് നമുക്കറിയാം. ഇപ്പൊ ട്രെയിനിൽ ഈ വെടിവെപ്പ് നടത്തിയ ഉദ്യോഗസ്ഥനെ കുറിച്ച് കേന്ദ്രമന്ത്രി പറയുന്നത് ഒരു വിഷാദിയായ ഒരാളുടെ കൈക്രിയകൾ എന്നാണ്. വിഷാദിയായ ഒരു മനുഷ്യന്റെ പാവം ചെയ്തികൾ എന്ന വളരെ ലഘൂകരിച്ചാണ് ഇത്രയും ബീഭത്സമായ ഒരു കൊലപാതകത്തെ ക്രൂരകൃത്യത്തെ മന്ത്രിമാരും ഉത്തരവാദപ്പെട്ടവരും അതിനെ മനസ്സിലാക്കിയതെന്ന് അത്യന്തം ഖേദകരമാണ്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വംശീയ ഉന്മൂലന പദ്ധതിയാണ്. അത് നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ട്രെയിനിലാണ്, ഒന്ന് മണിപ്പൂരിലാണ്, മറ്റൊന്ന് ഹരിയാനയിലാണ്. ഇത് 3ഉം പ്രത്യേകമായ ഒരു സംവിധാനങ്ങളും കണക്ഷനും ഇതിനുമുണ്ട്. ഒരു സുപ്രഭാതം സ്പോണ്ടേനിയസ് ആയി നടക്കുന്നതല്ല. വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് ആ വെറുപ്പും വിദ്വേഷവും വോട്ടും അതുപോലെ തന്നെ അധികാരം തുടരാനുള്ള മൂലധനവുമായി ഉപയോഗിക്കുന്ന അധികാര ശക്തികൾ ഈ വെറുപ്പ് അഴിച്ചുവിട്ടതാണ്. 1 കോടി ഫേക്ക് ഐഡികൾ ഈ രാജ്യത്തുണ്ട് എന്നാണ്. ഫേസ്ബുക്ക് സുപ്രീം കോടതിയും തമ്മിലുള്ള കേസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫേക്ക് ഐഡികളാണ്, ധാരാളം ഫേക്ക് ഐഡികൾ. ആ ഫേക്ക് ഐഡികൾ വഴി പ്രചരിപ്പിക്കുന്ന 90% ഫാക്ടുകളും വിദ്വേഷമാണ്. വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫേക്ക് ഐഡി രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലാണ്. ആ ഫേക്ക് ഐഡികളുടെ ഫാക്ടറികൾ അത് വിദ്വേഷങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പരസ്പരം കാണുന്നവരും പറയുന്നവരും മിണ്ടുന്നവരും തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ടവരുമായ ജനതയെ വിഘടിപ്പിച്ച് അവരെ വേർതിരിച്ച് അവരുടെ മനസ്സും ശരീരവും അകറ്റി അവരിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും കണികൾ ഇട്ടുകൊടുത്ത് തമ്മിൽ തല്ലിയിൽ നിന്ന് കിട്ടുന്ന ആദായം
ഭരണ തുടർച്ചക്കും ഭരണത്തിന്റെ മുന്നോട്ട് പോക്കിനും ഉപയോഗിക്കുന്ന അത്യന്തം നീചമായ ഒരു പ്രവൃത്തിയാണ് ഭരണകൂടം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ രാജ്യത്തിന്റെ ഭരണഘടനയെ, രാജ്യത്തിന്റെ ബഹുസ്വര സംവിധാനത്തെ, രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ, രാജ്യത്തിന്റെ സെക്യുലർ പാരമ്പര്യങ്ങളെ എല്ലാം അട്ടിമറിക്കുന്ന ഒരു പുതിയ അധ്യായവും പുതിയ ആശയവുമാണ് ഭരണകൂടം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അപകടകരമായ ഒന്നിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങളാണ് RSSനെ പോലെയുള്ള സംഘങ്ങൾ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങൾ നാഗ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധന്മാരെല്ലാം ഹയർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പുകളും പഠന ശിബിരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അനുകൂലമായി അവരുടെ വംശീയ ഹൈറാർക്കികൾ പരിപാലിക്കാൻ ആവശ്യമായ ഒരു രാഷ്ട്ര സംവിധാനം നിലവിൽ വരാനുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ആശയം തകരുന്നു. ഇവിടത്തെ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾ അരക്ഷിതരാകുന്നു. സച്ചാർ കമ്മിറ്റി മുമ്പേ തന്നെ രേഖപ്പെടുത്തിയ നമുക്കറിയാം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെയധികം അരക്ഷിത ബോധം അനുഭവിക്കുന്നവരാണ്. സാമൂഹ്യ സുരക്ഷിതത്വം ദാരിദ്ര്യവും ഒരുമിച്ച് അനുഭവിക്കുന്നവരാണ് കോടിക്കണക്കിന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അത് കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അരാജകത്വവും സുരക്ഷിത ബോധമില്ലായ്മയും കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് പൗരബോധമുള്ള, നീതിബോധം നെഞ്ചിൽ അവശേഷിക്കുന്ന ഏതൊരു മനുഷ്യനും പ്രതികരിച്ചേ മതിയാവൂ, പ്രതിഷേധിച്ചേ മതിയാവൂ. ഈ രാജ്യം ഉൾക്കൊള്ളൽ പാരമ്പര്യമുള്ള ഒരു രാജ്യമായിരുന്നു, ഇൻക്ലൂസീവ്നെസ് ഉള്ള രാജ്യമായിരുന്നു. ആളുകളെ ചേർത്തുപിടിക്കുകയും ആളുകളെ വിവിധ സംസ്കാരങ്ങളെ, വിവിധ വൈവിധ്യങ്ങളെ ചേർത്തുപിടിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. ആ ചേർത്തുപിടിക്കൽ, ഉൾക്കൊള്ളൽ ശേഷിക്കെതിരെ വലിയ ഒരു കലാപമാണ്, വലിയ നീക്കമാണ് സംഘപരിവാർ ആശയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ അഭിമാനമെന്ന് പറയുന്നത് ഇത്രയധികം ബഹുവൈവിധ്യങ്ങളെ വലിയ ഒരു രീതിയിൽ പരിപാലിച്ച് ഡെമോക്രാറ്റിക്കായി നിലനിർത്തുക എന്നതാണ്. അതിനെയാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ വൈവിധ്യങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം, നോർത്ത് ഈസ്റ്റാണ്. 200-ലധികം ട്രൈബ്സുകളുള്ള ഒരു ഏരിയയാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നും മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ ആവശ്യമായ നടപടികൾ തന്റെ സർക്കാർ ചെയ്തത് വിവരിച്ച് വികാരഭരിതനായി പ്രസംഗിച്ച പ്രധാനമന്ത്രിയെ നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഈ ഏക സിവിൽ കോഡിനെതിരെ ഇന്ത്യയിൽ ആദ്യം പ്രമേയം പാസാക്കിയത് മിസോറാം സർക്കാരാണ്. രണ്ടാമത് പ്രമേയം പാസാക്കിയത് നാഗാലാൻഡാണ്. മൂന്നാമത് പ്രമേയം പാസാക്കിയത് സിക്കിമാണ്. ഇതിനെതിരെ ഒരുമിച്ച് പ്രക്ഷോഭം നയിക്കണമെന്ന് 30 പ്രഗത്ഭരായ ആദിവാസി സംഘടനകൾ ജാർഖണ്ഡിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തതാണ്. എന്നിട്ടേ മുസ്ലിങ്ങൾ പ്രതികരിച്ചിട്ടുള്ളൂ. മുസ്ലിം സമൂഹത്തിന്റെ മാത്രം വിഷയമല്ല യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്ത് നമ്മളെല്ലാവരും നിലകൊണ്ട ഒരു സംസ്കാരമുണ്ടായിരുന്നു, പരിപാലിച്ചൊരു സംസ്കാരമുണ്ടായിരുന്നു. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യയെ ലോകം ആദരിച്ച ഒരു പാരമ്പര്യം, സംസ്കാരമുണ്ടായിരുന്നു. ആ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തച്ചു തകർത്ത് പഴയ ചാതുർവർണ്ണയ വംശീയ മഹിമയിലേക്ക് ഈ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ പദ്ധതികൾ സംഘപരിവാർ ആശയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭരണകൂടവും സംഘപരിവാറും എവിടെയാണ് വേർതിരിയുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത വിധം കൂടിക്കുഴഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ വൈവിധ്യങ്ങളെ തകർക്കാനുള്ള ആസൂത്രിതമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കണ്ണ് നനയിക്കുന്ന, രക്തമറച്ചു പോകുന്ന അത്രയും ഭീകരമായ ക്രൂരകൃത്യങ്ങളാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനും അതിന്റെ വീഡിയോകൾ, അതിന്റെ ചിത്രങ്ങൾ ഒന്നും കാണാൻ കഴിയില്ല. അത്രയും ദിവസം ഇത് നടന്ന് ആ ചിത്രം പുറത്തു വന്നപ്പോ എന്റെ ഹൃദയം വേദന കൊണ്ടും നിറയുന്നു എന്ന ഒരു കമന്റ് മാത്രമാണ് പ്രധാനമന്ത്രി പാസാക്കുന്നത്. ഏതിനെ കുറിച്ചാണെന്നത് കൺഫ്യൂഷനാണ്. ചിത്രം പുറത്തു വന്നതിനെ കുറിച്ചാണോ, മണിപ്പൂരിൽ ദിവസങ്ങൾ നടന്ന ഈ വംശഹത്യയെ കുറിച്ചാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാതെ സുപ്രീം കോടതി നേരിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട അവസ്ഥ കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. നേരിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണ്. ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയ സംസ്ഥാനത്തെ DGPയെ വിളിച്ചു വരുത്തുകയാണ്. ഇവിടെ ക്രമസമാധാനം ഉണ്ടാക്കണം, പാലിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഭരണകൂടത്തിന് കഴിയില്ലെങ്കിൽ അവർ മാറി നിൽക്കണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പൊ ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളും ഈ രാജ്യത്തെ മറ്റു ക്രമസമാധാന പരിപാലന എല്ലാ സംവിധാനങ്ങളും നോക്കുകുത്തിയായി മനുഷ്യരുടെ മേൽ കരാളമായ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത, നീതിബോധം ഒരിക്കലും പറ്റിയിട്ടില്ലാത്ത, പൗരബോധം അവശേഷിക്കുന്ന മുഴുവൻ മനുഷ്യരും
ജാതി മതഭേദമന്യേ ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി, ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്താൻ വേണ്ടി, ഈ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെ നിലനിർത്താൻ വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് ചേർത്ത് പിടിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ജനജാഗ്രതാ സദസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മണിപ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി വളരെ ഒരു ചെറിയ പ്രസ്ഥാനമാണ് മണിപ്പൂരിൽ. അവിടെ റിലീഫ് പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, പ്രത്യേകിച്ച് കുക്കി താമസിക്കുന്ന ക്യാമ്പുകളിൽ ദുരിതാശ്വാസ റിലീഫ് പ്രവർത്തനങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പൊ ഏത് സന്ദർഭങ്ങളിലും ഇന്ത്യയിലെ ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ മികവ് പുലർത്തിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നീതിക്ക് വേണ്ടിയുള്ള ശബ്ദത്തിൽ, അതുപോലെ നീതിക്ക് വേണ്ടിയുള്ള പ്രതിഷേധത്തിൽ, നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം തെരുവുകളിലും അതുപോലെ തന്നെ സദസ്സുകളിലും മറ്റു പല സംവിധാനങ്ങളിലും അതിന്റെ മീഡിയ സംവിധാനങ്ങളിലും ഉറക്കെ മുഴക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിൽ ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ ബാധ്യതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജൂതന്മാരായ ആളുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ ഹിറ്റ്ലറിന്റെ പട്ടാളം, ഹിറ്റ്ലറിന്റെ നാസി സൈന്യം ഈ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഇഞ്ചിഞ്ചായി കൊല ചെയ്യാൻ കൊണ്ടുപോകുമ്പോ ജൂതന്മാരായ ആളുകൾ ബസ്സിൽ കയറി തർക്കിക്കാറുണ്ടായിരുന്നുവെന്നാണ് ചരിത്രം. സൈഡിലെ സീറ്റിലിരിക്കാൻ വേണ്ടി ഇതിലാര് പ്രതിഷേധിക്കും, ആർക്കെതിരെയുള്ള ആക്രമണമാണ്, ആരാണ് മുന്നിൽ നിൽക്കേണ്ടത് തുടങ്ങിയ പല്ലവികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത് മനുഷ്യത്വത്തിനെതിരെയുള്ള പരസ്യമായ കലാപ പ്രഖ്യാപനമാണ്. ഇത് പൗരബോധത്തിനെതിരെയുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ഇത് നീതിബോധത്തെ കശക്കിയേറുന്ന ആളുകൾ നടത്തുന്ന പ്രക്രിയകളാണ് എന്ന ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ചേർത്ത് നിർത്തി അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ രാജ്യത്തെ പൗരന്മാരിൽ എത്തിച്ചേർന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത പിന്മടക്കമില്ലാത്ത നെഞ്ചുറപ്പുള്ള പ്രതിഷേധങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവുകളിലും ഈ രാജ്യത്തിന്റെ സമൂഹ മനസാക്ഷികളിലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ബോധത്തിലും ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജനജാഗ്രതാ സദസ് ഇവിടുത്തെ ഒരു പരിച്ഛേദമാണ്. ഇവിടെ നമുക്കറിയാം വിവിധ ആശയങ്ങളുള്ള, വിയോജിപ്പുകളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ള, വിവിധ അഭിപ്രായങ്ങളും വിയോജിപ്പുകളുമുള്ള ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇവരെ യോജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വന്നുതന്ന ഒരു പ്രഖ്യാപനം കൂടി നിർവഹിക്കുന്ന ഒരു സദസ്സാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതുപോലെയുള്ള സദസ്സുകൾ ഈ സംസ്ഥാനത്തുടനീളം വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധങ്ങളായും ജനജാഗ്രതാ സദസ്സുകളായും രോഷങ്ങളായും ഉയർന്നു വരേണ്ട ഒരു സന്ദർഭത്തിലാണ്. ഇനി നമുക്ക് മിഴിച്ചു നിൽക്കാൻ സമയമില്ല. സൈഡിലെ സീറ്റിനു വേണ്ടി തർക്കിക്കാൻ നമുക്ക് സമയമില്ല. ജനാധിപത്യത്തിന്റെ അവസാന താണിയും പറിച്ചു ദൂരെ എറിഞ്ഞ് ഏകാധിപത്യത്തിന്റെ അതുപോലെ തന്നെ വംശീയ മേൽക്കോയ്മയുടെയും മഹിമയുടെയും അജണ്ടകളെ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ച് ഈ രാജ്യത്ത് ഭരണസിരാ കേന്ദ്രങ്ങളിൽ അമർന്നിരിക്കുന്നവർക്ക് താക്കീത് നൽകാൻ ബാധ്യതപ്പെട്ടവരാണ് മുഴുവൻ പൗരന്മാരും. ആ പൗരന്മാരുടെ പരിച്ഛേദമാണ് ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഈ ജനജാഗ്രതാ സദസ്. അതിൽ പങ്കാളിയായ എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി.